BJPക്കും CPM-നും സമാനമായിട്ടുള്ള പല ലക്ഷ്യങ്ങളും ഉണ്ട്. CPM-ന് അടുത്ത തവണ ഒന്നുകൂടി അധികാരത്തിൽ വരിക എന്നുള്ളതാണ് ലക്ഷ്യം. CPM-നെ അടുത്ത തവണ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് BJPയുടെ ലക്ഷ്യമാണ്. കോൺഗ്രസ് തീരുക എന്നുള്ളത് CPM-ന്റെ ലക്ഷ്യമാണ്, BJPയുടെ ലക്ഷ്യമാണ്. അപ്പൊ സ്വാഭാവികമായും കോൺഗ്രസിനെതിരായി BJPക്കും CPM-നും സമാനമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിൽ നിന്നാണ് ഈ CPM-BJP ഡീല് എന്ന് പറയുന്ന ഈ ഒരു വാദഗതിയുടെ ഉത്ഭവം. അപ്പൊ സ്വാഭാവികമായും ആ ഡീൽ ഇല്ല എന്ന് പറയുന്നത് ഒട്ടും യുക്തിഭദ്രമല്ല. അതൊന്നും ഒരാളും വിശ്വസിക്കത്തില്ല. ഇനി ഡീൽ എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ നോക്കിയാൽ 3-4 മണ്ഡലങ്ങൾ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അത് കാണാൻ കഴിയും. ഇപ്പൊ പാലക്കാട് മണ്ഡലം നമ്മൾ നോക്കൂ. പാലക്കാട് മണ്ഡലത്തിലെ മുഖ്യ മത്സരം കോൺഗ്രസും BJPയും തമ്മിലാണ്. അവിടെ ഇപ്പോൾ കോൺഗ്രസിനാണ് MLA ഉള്ളത്. അവിടെ ഏറ്റവും ശക്തരായിട്ടുള്ള 2 സ്ഥാനാർത്ഥികളാണ് UDF-നും BJPക്കും അവിടെ ഉള്ളത്. UDF-ന്റെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയും BJPയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും. സ്വാഭാവികമായും അവിടെ ജയിക്കുക എന്നുള്ളത് CPM-ന് ലക്ഷ്യമില്ല എന്നുള്ളത് CPM-ന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് വളരെ പ്രകടമാണ്. ഏതോ ഒരു ബിരിയാണി കച്ചവടക്കാരനായിട്ടുള്ള ഒരു പാവപ്പെട്ട ഒരു മുസ്ലിമിനെയാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും അവിടെ ഡീലുണ്ടെന്നുള്ളത് വ്യക്തമാണ്. കാരണം എന്താ, BJPയുടെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികൾ നിൽക്കുന്നു. പ്രബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. അവിടെ ഭൂരിപക്ഷം ഹിന്ദു സമുദായമാണ്. പക്ഷെ അവിടെ നിർണായകമാണ് മുസ്ലിം സമുദായം.